ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പലതരത്തിലുള്ള അപകടകരമായ രോഗങ്ങളെ പറ്റിയാണ്. അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാം, ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം, ഇനി വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതായത് അതിന് വരാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാം എന്നൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതിൽ പ്രധാനമായും ഏറ്റവും ആദ്യം പറയുന്ന 5 ഡിസീസസ് ആണ് കൂടുതലായിട്ടും ഞാൻ ഇമ്പോർട്ടൻസോടെ പറയുന്നത്. അതല്ലാതെയും ഒത്തിരി ഡിസീസുകൾ ഉണ്ട്, എങ്കിലും ഏറ്റവും കവർ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ആണ്. ഹാർട്ടിന്റെ കംപ്ലൈന്റ് നമുക്ക് ഇസ്കീമിക് ഹാർട്ട് ഡിസീസോ കൊറോണറി ആർട്ടറി ഡിസീസോ അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അതിന് തന്നെ നമുക്ക് നെഞ്ചുവേദന വരാം. സിംറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് പ്രധാനമായിട്ടും നെഞ്ചുവേദന, കയ്യിലേക്കുള്ള കഴപ്പ്, നെഞ്ചെരിച്ചല്, പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, സ്റ്റൂൾ പാസ് ചെയ്യാൻ തോന്നുക, പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് പേഷ്യന്റിന് ഉണ്ടാകുക. ശരിക്കും പറഞ്ഞ ഒരു പരിഭ്രമം പോലെ ഈ പേഷ്യന്റ് കാണിക്കുന്നു, അസ്വസ്ഥതകൾ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളവരും പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി നമുക്കറിയാം ഇവർക്ക് ECGയിൽ ഒരു വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്കോയിൽ ഒരു വേരിയേഷൻ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, രാവിലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അസ്വസ്ഥത തോന്നിയെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, നമ്മൾ ആ എക്സേർട്ട് ചെയ്യുന്നത് എന്താണോ എക്സേർഷൻ, നമ്മൾ നടക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പെട്ടെന്ന് തന്നെ റെസ്റ്റ് കൊടുക്കുക പേഷ്യന്റിന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതൊക്കെ വരുന്നത് ഇനിയിപ്പം നമുക്ക് എങ്ങനെ ഈ ഹാർട്ട് കംപ്ലൈൻസ് നമുക്ക് എന്താ പറയാ വരാതിരിക്കാം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ. ഈ 3 കാര്യങ്ങൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ നോക്കുക. ഒരു 30 വയസ്സോട് കൂടി തന്നെ ആളുകൾ കംപ്ലൈന്റ് പറയുന്നതാണ് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ ഹാർട്ടിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് നമുക്ക് ഭാവിയിലോട്ട് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധാലുവായിട്ടിരിക്കുക, നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, ഒരു സമീകൃത ആഹാരം ഫോളോ ചെയ്യുക, ജങ്ക് ഫുഡുകൾ, പ്രോസസ്ഡ് ഷുഗർ കുറയ്ക്കുക. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നടക്കുകയോ യോഗയോ മെഡിറ്റേഷനോ ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക, നല്ലപോലെ ഉറങ്ങുക. ഇതൊക്കെ ഞാൻ ഇന്നും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇതെല്ലാം ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിന്റെ കംപ്ലൈൻസ് നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോക്ക് ആണ്. നമ്മുടെ ബ്രെയിനിന് വരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രോക്ക് കേസ് കണ്ടാൽ പെട്ടെന്ന് തന്നെ ഒരു എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നായിരിക്കും ഇത് ഉണ്ടാകുന്നത്. താഴെ വീണ് കിടക്കുന്ന ഒരാളാണെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ വായ ഭാഗമൊക്കെ കോടി കിടക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് പാരലൈസ്ഡ് ആയ പോലെ, കുഴഞ്ഞ പോലെ, കൈയനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, ഇനി സംസാരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പേഷ്യന്റിനെ നമ്മൾ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അതൊരു സ്ട്രോക്കിന്റെ ഒരു അറ്റാക്ക് ആയിരിക്കാനാണ് ഏറ്റവും അധികം സാധ്യത. അതിന്റെ കൂടെ തന്നെ ഇത് വരാനുള്ള സാധ്യത പ്രഷർ കൂടിയിട്ടാവാം. ബ്ലഡ് പ്രഷറും അതേപോലെ സ്ട്രെസ് കാരണമാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാൻ, അതായത് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ, ഒരു സാധാരണക്കാരനായ ആളുകൾക്ക് വേഗത്തിൽ അത് ഹോസ്പിറ്റലിൽ എത്തിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ BP എപ്പോഴും കൺട്രോളിൽ നിർത്തുക. മെഡിസിൻസ് നമ്മുടെ ഇഷ്ടപ്രകാരം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം ഒരു തീരുമാനത്തിലെത്തുക. അതിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കുക. അതേപോലെ ഉപ്പ് കൺട്രോൾ ചെയ്യുക, ഉപ്പുള്ള സാധനങ്ങൾ കുറയ്ക്കുക. അതേപോലെ തന്നെ ഡയബറ്റീസും കൺട്രോളിൽ വരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ, അതായത് കൊളസ്ട്രോളും ഷുഗറും അതേപോലെ പ്രഷറും ശ്രദ്ധിക്കുക. പ്രധാനമായും ഈ സ്ട്രോക്കിന്റെ എന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പർ ടെൻഷൻ ആണ്. നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക, ഉറങ്ങാൻ സമയമില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ നമ്മൾ കുറച്ച് സമയമെങ്കിലും 24 hours ഒരു 1 hour എങ്കിലും നമ്മൾ ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ COPD ആണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. അതായത് നമ്മുടെ ലങ്സിന് വരാവുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് കഫക്കെട്ടായി, അല്ലെങ്കിൽ കഫക്കെട്ട്, ശ്വാസം മുട്ടലായി. അപ്പൊ നമ്മുടെ അടിക്കടി ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് അടിക്കടി നമുക്ക് കഫക്കെട്ട് ന്യൂമോണിയായി മാറുന്നു, കഫക്കെട്ട് ശ്വാസം മുട്ടലായി മാറുന്നു. ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു COPD പേഷ്യന്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യുക.
ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റിനെ പെട്ടെന്നാണ് ബ്രെത്ത്ലെസ്നെസ് വരുന്നത്, ശ്വാസം കിട്ടാതെ ഒരവസ്ഥയിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാലുവായിരിക്കുക. നമ്മുടെ ചുറ്റിനും പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ഫാക്ടറിയോ അല്ലെങ്കിൽ സ്മോക്ക് വരുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ജോലി അതിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് നല്ല പൊടി ശ്വസിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക. അതിനോട് ബന്ധപ്പെട്ട മെഡിക്കേഷൻസ് കഴിക്കുക. കഫക്കെട്ട് ശ്വാസം മുട്ടലാവാതെയും ജലദോഷം കഫക്കെട്ടാവാതെയും ശ്രദ്ധിക്കാനുള്ള, അതായത് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് വലിയ മോശമായ കണ്ടീഷൻസിലോട്ട് പോവാതെ നമ്മുടെ ബോഡിയെ പ്രിവെന്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കുന്ന മരുന്നുകൾ വരെ നമുക്ക് കുടിക്കാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രെത്ത്ലെസ്നെസ് കൊണ്ട് ചിലപ്പോൾ ഈ പേഷ്യന്റിന്റെ അവസ്ഥ വളരെ മോശം ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനിയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസറുകളാണ്. പലതരത്തിലുള്ള ക്യാൻസറുകളാണ് നമുക്ക് വരുന്നത്. നമുക്കറിയാം പല ലങ്സോ അല്ലെങ്കിൽ ലിവറോ ഏത് ഭാഗത്താണ് നമുക്ക് ക്യാൻസർ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തരത്തിലുള്ള മുഴയോ കല്ലപ്പോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ശരീരം ക്ഷീണിച്ചു വരുന്നു, നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു കിതപ്പ് തോന്നുന്നു, ബ്രെത്ത്ലെസ്നെസ് തോന്നുന്നു, നമ്മുടെ ഫിസിക്കൽ ജനറൽസ്, നമ്മുടെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും എല്ലാ തരത്തിലുള്ള ചെക്കപ്പുകളും, ആനുവൽ ചെക്കപ്പും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈവൻ നമുക്ക് സ്കാൻ വരെ ചെയ്ത് നോക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് പറയാൻ അറിയത്തില്ല എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് എപ്പോഴാണ് അത് ചേഞ്ച് ചെയ്ത് ക്യാൻസറായി മാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധാലുവായിരിക്കുക. പിന്നെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കല്ലപ്പൊന്നും ഒരിക്കലും വെച്ച് ഇരിക്കരുത്. എന്തെങ്കിലും ഒരു കല്ലപ്പ് അല്ലെങ്കിൽ ഒരു തടിപ്പ് നമുക്ക് തോന്നുവാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ബയോപ്സിയോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് കൺസൾട്ട് ചെയ്ത് അത് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, ആദ്യത്തെ ഒരു കാര്യം. പിന്നെ നമുക്ക് ജനറലി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കെമിക്കൽസ്, പലതരത്തിലുള്ള കെമിക്കൽസ് ആണ് ഇപ്പോൾ ബോഡിയിൽ തേക്കുന്നതായിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്നതായിട്ടുണ്ട്, പലതരത്തിലുള്ള കെമിക്കൽസിന്റെ യൂസേജ്. ഈവൻ നമ്മുടെ ഡൈ പോലും ഒരുപാട് കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡൈ നമ്മൾ എന്നും നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും തേക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് അസുഖം വരിക എന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണത്തിലാണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സിലും ഒക്കെ പലതരത്തിലുള്ള മീന്, ഇറച്ചി എല്ലാത്തിലും. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ കഴുകുക, ക്ലീൻലിനെസ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ വളരെ ശ്രദ്ധിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക. ടേസ്റ്റിന് വേണ്ടി പലതും കഴിക്കാതെ ആവശ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉള്ളത് ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം, അതായത് ഇതൊരു അപകടകാരി എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ വളരെ വലുതാണ്. അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ, അതായത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ ഓർമ്മ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പേഷ്യന്റിനും ബുദ്ധിമുട്ടാണ്, പേഷ്യന്റിനെ നോക്കുന്നവർക്ക് അതിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുക. പല പേഷ്യന്റും എന്നോട് ചോദിക്കുന്നതാണ്, എനിക്ക് ഓർമ്മ പോവോ ഡോക്ടർ, ഇപ്പൊ തന്നെ എനിക്ക് ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ പണ്ട് ഇത് ചോദിച്ചിരുന്നത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ചോദിക്കുന്നത് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. അതുകൊണ്ട് നമ്മൾ റീഡ് ചെയ്യുക, ഇതിനു വേണ്ടി ബ്രെയിൻ എക്സസൈസ് ചെയ്യുക. ഫിസിക്കലി നമ്മൾ പല എക്സസൈസും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബ്രെയിൻ എക്സസൈസസും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി പസിൽ കളിക്കുക, റീഡ് ചെയ്യുക, ലാംഗ്വേജ് പഠിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടിയോ നമ്മുടെ പേരക്കുട്ടിയോ നമുക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാം. എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് പറ്റുമെങ്കിൽ ഗാദറിങ്സിന് പോവുക. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രോസറി പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു സെലക്ട് ചെയ്യാൻ, ഒരു കളർ നോക്കുമ്പോൾ എല്ലാ സമയവും നമ്മുടെ ബ്രെയിൻ കുറച്ചെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കളികളിലും കാര്യങ്ങളിലും ചേരാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ ആ ഒരു ഓർമ്മക്കുറവ് നമ്മളെ പിടിക്കാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിനെ എല്ലാ ദിവസവും ലൈവ്ലി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഹെൽത്ത് ടിപ്സുകൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ടിപ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി എന്ത് കാര്യത്തിന്, ഏത് ആരോഗ്യ പ്രശ്നത്തെ പറ്റിയാണ് സംസാരിക്കണമെന്ന് താഴെ കമന്റ് ചെയ്താൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. താങ്ക് യു.